പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3210 എന്ന പ്രിന്റർ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആവശ്യമുള്ള സ്കാൻ ചെയ്യേണ്ട ഡോക്യുമെന്റ് ഇതേപോലെ സ്കാനർ ഗ്ലാസ്സിൽ വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാതെ വെക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെന്റ് വെക്കേണ്ടത്. മറ്റു കോർണറിലേക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഭാഗം കട്ടായി പോകുന്നതാണ്. അതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് വേണ്ടി എപ്സൺ സ്കാൻ ടു എന്ന ആപ്ലിക്കേഷനാണ് വരുന്നത്. വിൻഡോസ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻസ് വരും. അതിൽ എപ്സൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് എപ്സൺ സ്കാൻ ടു എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ടായിട്ട് ഇടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെയാണ് ഉണ്ടാവുക ഹോം പേജ് വരുന്നത്. പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. നോർമലി നിങ്ങൾക്ക് ഇവിടെ ഉള്ള സെറ്റിങ്സ് ചേഞ്ചസ് വരുത്താനുള്ള സെറ്റിങ്സ് ഒന്ന് ഡോക്യുമെൻ്റ് സൈസാണ്. പിന്നെ താഴെ കാണുന്ന ഈ ഇമേജ് ടൈപ്പ് ഏത് ടൈപ്പിലാണ് വേണ്ടത്, ഓട്ടോ കളറാണോ, ഗ്രേ സ്കെയിലാണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, ഏതാ വേണ്ടത് എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും ഓട്ടോ അല്ലെങ്കിൽ കളറാണ് ചൂസ് ചെയ്യാറ്. പിന്നെ റെസൊല്യൂഷൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അതിൽ റെസൊല്യൂഷൻ കൂടുന്തോറും സ്കാനിങ് സ്ലോ ആവും, സേവ് ചെയ്യുന്ന ഫയൽ സൈസിൻ്റെ സൈസ് കൂടും. റെസൊല്യൂഷൻ കുറയുന്തോറും സ്കാനിങ് ഫാസ്റ്റും സേവ് ചെയ്യുന്ന ഫയൽ സൈസ് കുറയുകയും മാത്രമല്ല ക്ലാരിറ്റി കുറയുകയും ചെയ്യും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമൽ എല്ലാവരും 200-ലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ റൊട്ടേറ്റ് അതിൻ്റെ ഒന്നും വല്ല ആവശ്യമില്ല. ഈ ഒരു ഓപ്ഷൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടി പേജസ് സ്കാൻ ചെയ്യണമെങ്കിൽ, അതായത് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ 2-3 പേജസ് ആയിട്ട് സേവ് ചെയ്യണമെന്ന് ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ആണ്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമുക്ക് ആദ്യം കാര്യമായിട്ടുള്ള സെറ്റിങ്സിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്താനുള്ളത് നോക്കാം. പിന്നെ അതിൻ്റെ താഴെ ഇമേജ് ഫോർമാറ്റിൽ ഏത് ടൈപ്പ് ഇമേജ് ആണ്, PDF ആണോ, JPEG ആണോ, ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിൻ്റെ താഴെ ഫയൽ നെയിം, നിങ്ങൾ സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ സെറ്റിങ്സിൽ പോയാൽ മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ ഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യുന്ന ലൊക്കേഷനാണ്. ഇതിന് താഴെ സെലക്ട് ഫോൾഡർ എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രീവ്യൂ സ്കാൻ ആണ് 2 ഓപ്ഷന്. നോർമൽ കേസിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സേവ് ആവുന്നതാണ്. പ്രിവ്യൂ യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് വെച്ച ഡോക്യുമെൻറ്റ് കാണാനും അതേപോലെ ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ പ്രിവ്യൂവിലുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. കണ്ടില്ല, നമ്മൾ സ്കാനറിൽ വെച്ച ഡോക്യുമെൻ്റാണ് നമ്മളിവിടെ പ്രിവ്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മൗസ് പോയിൻ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നുള്ളതായി കണ്ടില്ലേ. നിങ്ങൾക്ക് ഇത് ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പോർഷൻ മാത്രമേ സേവ് ആവുകയുള്ളൂ. ഒരു ചെറിയ രീതിയിൽ ഇത് ക്രോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾ സ്കാനുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. നമുക്കത് കാണാം. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ സേവ് എവിടെയാണ് ഏത് ലൊക്കേഷനിലാണ് സേവ് എടുത്തത് അവിടെ ആപ്ലിക്കേഷൻ ഓപ്പണായി ആ ഫോൾഡർ ഓപ്പണായി വരുന്നതാണ്. നമ്മൾ നേരത്തെ സ്കാൻ കൊടുത്ത അതേ ഡോക്യുമെൻറ്റ് കൂടെ കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇത്രയും ഭാഗം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിവ്യൂ ആണ് അവിടെ കണ്ടില്ലേ. അതേ ഡോക്യുമെൻ്റ് അതേ സൈസിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സെലക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറേസ് എന്ന് പറഞ്ഞൊരു ടൂൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ ടൂൾ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ സ്കാൻ കൊടുക്കുമ്പോൾ ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. എന്നിട്ട് ആ പ്രിവ്യൂ ക്ലോസ് ചെയ്യണം, അത് വിട്ടു പോകരുത്. ഈ നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന സ്കാനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് നമ്മൾ ഏത് ഫോൾഡറിലാണോ സെലക്ട് കൊടുത്തത് ആ ഫോൾഡറിലായിരിക്കും സേവ് ആവുന്നത്. കണ്ടില്ല, ഞാൻ ഡോക്യുമെൻ്റ് എന്ന ഫോട്ടോയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അവിടെ സേവ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. യെസ്, നോർമൽ കേസിൽ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ് കറക്റ്റായിട്ട് അവിടെ ഫുൾ സൈസിൽ തന്നെ സ്കാൻ ആയിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിൽ കണ്ട ഓട്ടോ കളർ ഗ്രേ സ്കെയിൽ എന്നുള്ള ഓപ്ഷനിലാണ്. ഗ്രേ സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ ഓട്ടോ അല്ലെങ്കിൽ കളർ മോഡിലാണ് കൊടുത്തത്. ഇപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻറ്റ് 1 of 1 എന്നാണ്, അതായത് ഒറ്റ പേജേ ഉള്ളൂ. ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ടിക്ക് ചെയ്തുകൊണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്കാനിങ് ആവുന്നതാണ്.
ഈ ടൂൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 1, 2, 3, 4 അത്രയും പേജസ് നിങ്ങൾക്ക് സേവ് വരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. സ്കാനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചേഞ്ചസ് കാണാൻ സാധിക്കും. നമ്മൾ ആ ടിക്ക് ചെയ്തുകൊണ്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പുതിയൊരു ഓപ്ഷൻ വരുന്നത് കാണാം, കണ്ടില്ലേ? ആഡ്, സേവ്, ക്യാൻസൽ, എഡിറ്റ് എന്ന 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പേജ് എന്ത് ചെയ്യുക, സ്കാനർ ഗ്ലാസ്സിൽ വെക്കുക. എന്നിട്ട് ആഡ് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യണം. എഡിറ്റ് അല്ല, ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കണ്ടില്ല, വീണ്ടും സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ എവിടെയാണോ നിങ്ങൾ ലാസ്റ്റ് ഫിനിഷ് ആവുന്ന സമയത്ത് അവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് സേവ് ആവുന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. യെസ്, ആ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ നമ്മൾ ടാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ആ പേജസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഡോക്യുമെൻ്റ് അവിടെ അടുത്ത ഡോക്യുമെൻ്റ് സ്കാനർ ഗ്ലാസ്സിൽ വെക്കുക. വീണ്ടും ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാനാണ് സേവ് എന്നുള്ളത് കൊടുക്കേണ്ടത്. സേവ് എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മളെ ഫയൽ സേവ് ആവുന്നതാണ്. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, 2 പേജ് ഉണ്ട് ഈ ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ തന്നെ. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് മുകളിൽ നോക്കിയാൽ അറിയാം 1 of 2 എന്ന് കാണിക്കുന്നുണ്ട്. ഇതേപോലെ മൾട്ടി പേജസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടൂൾ ഉപയോഗിക്കുന്നത്. അത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടിക്ക് ഓഫ് ആക്കാനും വിട്ടു പോകരുത്. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.